ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് തൊണ്ടവേദന, ചുമ, ജലദോഷം ഒക്കെയാണ് ഈ സീസണിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഫുഡുകളൊന്നും ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ എന്നും കഞ്ഞിയും ചമ്മന്തിയും പയറും ഒക്കെ തന്നെ. അതാണ് 2 ദിവസം വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഞാനിങ്ങനെ ആട്ടുന്നത് എന്താണെന്നറിയാമോ, ഒന്ന് തീ കത്തി കിട്ടുന്നത് വരെ അകത്ത് പുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വീശി കൊടുത്താൽ പെട്ടെന്ന് ആ പുകയൊക്കെ അങ്ങ് പോകും, ഉള്ളിലേക്ക്, ആ എയർ ഹോളിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പൊക്കോളും. അതുവരെ കുമ്പളങ്ങ നൈറ്റ്സ് ചോദിക്കും പോലെ, ഇതാണോ സജി തൻ്റെ പുകയില്ലാത്ത അടപ്പെന്ന് ചോദിക്കും പോലെ അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ഞാനപ്പോൾ കുറച്ച് കോവയ്ക്ക പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വീട്ടിലുണ്ടായ കോവയ്ക്കയാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു ദിവസം വീഡിയോ കാണിച്ചു തരാം കോവയ്ക്കൊക്കെ പടർന്നു നിൽക്കുന്നത്. അപ്പോൾ ഞാനത് പറിച്ചു കൊണ്ടുവന്ന് വന്നാൽ ഇന്നും കോവയ്ക്ക തീരുണ്ടാക്കാം. ചാറുകറി ആയില്ലോ എന്ന് വിചാരിച്ച് കോവയ്ക്ക് 5 കൂട്ടം കറി എന്ന് പറയണോട്ട് തോരനും കോവയ്ക്ക തന്നെ എടുക്കാമല്ലോ. പിന്നെ കുറച്ച് പപ്പടം കാച്ചി രാവിലെ തന്നെ ദോശ ചുട്ടു. അപ്പോൾ പപ്പടം കാച്ചി കഴിഞ്ഞ് ഞാൻ അതിനകത്തേക്ക് തന്നെ കുറച്ച് കടുകൊക്കെ ഇട്ട് ഞാൻ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് നമ്മുടെ തേങ്ങ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് ദോശയ്ക്ക്. അപ്പോൾ കോവയ്ക്ക തേയിലും തേങ്ങ ചമ്മന്തിയൊക്കെ തിളച്ച് മറിഞ്ഞ് ഒന്ന് മാറിയപ്പോഴത്തേക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ മഞ്ഞ കോളാമ്പി ചെടിയാണ് കേട്ടോ. അത് ആരോ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് അരളിപ്പൂവാണെന്ന്. ഞാൻ മഞ്ഞ കോളാമ്പി എന്നാണ് പറയുക. നല്ല രസമാണ് ഇങ്ങനെ. അത് മുറ്റത്ത് ചാടിക്കിടക്കണ വിടർന്ന് കിടക്കണ കാണാൻ രസമാണ്. എന്നാലും രാവിലെ മിറ്റടിച്ച് ഞാനത് വൃത്തിയാക്കി തൂത്തുവാരി കളയും. അപ്പോൾ എൻ്റെ ലാസ്റ്റ് പണി മിറ്റവടിയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.